ഒരമ്മ അവരുടെ മകനോട് ചോദിക്കുകയാണ്, നീ നിൻ്റെ ചേച്ചിയുടെ നിന്ന് 500 രൂപ മേടിച്ചായിരുന്നോ? അപ്പം മകൻ പറഞ്ഞു, ആ മേടിച്ചു. നീ അത് തിരിച്ചു കൊടുത്തോ? അപ്പം പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുത്തില്ല, ഞാൻ പിന്നീട് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. വെൽക്കം ബാക്ക് ടു ലെഡ്ജർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അസറ്റ്സിനെ കുറിച്ചാണ്. അസറ്റ്സിനൊപ്പം തന്നെ അക്കൗണ്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് മീൻസ് എന്താണ്? ബാധ്യത അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ. നമ്മളിപ്പോൾ മുന്നേ കേട്ട സ്റ്റോറി, ആ 500 രൂപ ഇതുവരെ തിരിച്ചു കൊടുത്തില്ല, തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ തിരിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ളത് അല്ലെ കൊടുക്കേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ആ ഒബ്ലിഗേഷനെ നമ്മുടെ അക്കൗണ്ട്സിൽ പറയുന്ന ടേമാണ് എന്ത്? ലയബിലിറ്റി. അസറ്റ് മീൻസ് ദ ബിസിനസ് ഓൺ സംതിങ്. ലയബിലിറ്റി മീൻസ് ബിസിനസ് ഓ സംതിങ് ടു സമ്മൺ. അസറ്റ് പോലെ തന്നെ ലയബിലിറ്റി 2 ടൈപ്പാണുള്ളത്. ഒന്ന് ലോങ് ടേം ലയബിലിറ്റി, മറ്റേത് ഷോർട്ട് ടേം ലയബിലിറ്റി. ഇതിന് വേറെയും പേര് പറയും, നോൺ കറൻറ്റ് ലയബിലിറ്റി ആൻഡ് കറൻറ്റ് ലയബിലിറ്റി. ഇത് എന്തുകൊണ്ടാണ് ഇതിനെ നോൺ കറൻറ്റും കറൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേ ബാക്ക് പീരീഡ് അനുസരിച്ചാണ്. ഇപ്പം കറൻറ്റ് ലയബിലിറ്റി ആണെങ്കിൽ അത് ലെസ് ദാൻ 1 ഇയർ, 1 ഇയറിനുള്ളിൽ തന്നെ നമ്മൾ കൊടുത്ത് തീർക്കേണ്ടതാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ട്സിൽ എന്ത് ക്രൈറ്റീരിയയും ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1 ഇയർ 12 മന്ത്സിൻ്റെ ബേസിസിലാണ്. സോ 1 ഇയർ കൊണ്ട് കൊടുത്ത് തീർക്കേണ്ടതാണെങ്കിൽ അത് കറൻറ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റി. ഫോർ എക്സാമ്പിൾ സൺഡേ ക്രെഡിറ്റേഴ്സ്. സൺഡേ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ബ്രോഡർ ടേമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കുക, അല്ലെങ്കിൽ ബിസിനസ് കടത്തിന് സാധനങ്ങൾ മേടിക്കുക. ക്രെഡിറ്റ് പോളിസീസ് ഉണ്ട്. കടത്തിന് മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പോയി കടം ചോദിക്കാൻ നല്ല അർത്ഥം. ക്രെഡിറ്റ് പോളിസീസ് ഉണ്ട്. അതനുസരിച്ച് 30 days ഒക്കെ ക്രെഡിറ്റ് തരുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് പോളിസി അനുസരിച്ച് പോയി സാധനം മേടിക്കുക. വിത്തിൻ 30 days നമ്മൾ പേ ഓഫ് ചെയ്താൽ മതി. അത് മാക്സിമം നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ പേ ബാക്ക് ചെയ്യണം എന്നാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോസ് ചെയ്യാം. സെക്കൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് ടേം ബോറോയിങ്സ് വരാം. പിന്നെന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരാം, റെൻറ്റ് പേയബിൾ ഉണ്ടെങ്കിൽ അത് വരാം. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബില്ലുകളില്ലേ, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇതേപോലെയുള്ള ബിൽസൊക്കെ നമ്മൾ ടൈംലി പേ ഓഫ് ചെയ്യേണ്ടതാണ്. മാക്സിമം 12 months. ഇതെല്ലാം 12 monthsനുള്ളിൽ പേ ഓഫ് ചെയ്യേണ്ടതാണ്. അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു ലോങ് ടേം ലയബിലിറ്റി ഓർ നോൺ കറൻറ്റ് ലയബിലിറ്റി, എന്താ, ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ബാക്ക് മോർ ദാൻ എ ഇയർ. ഒരു വർഷത്തിൻ്റെ മുകളിൽ മോർ ദാൻ 12 monthsനുള്ളിൽ പേ ചെയ്താൽ മതി എന്നുള്ള കേസസിലാണ് ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി ലോങ് ടേം ബോറോയിങ്സ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ആ ലോൺ ചിലപ്പം ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യേണ്ട ലോണില്ല, നമ്മൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് എടുക്കുന്ന ലോണാണ്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ലോങ് ടേം ബോറോയിങ്സിൽ വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ ലോൺ, ഹോം ലോൺ, ഇതെല്ലാം ലോങ് ടേം ബോറോയിങ്സ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസിൽ വരും. വലിയ വലിയ കാര്യങ്ങൾ ഇതിൻ്റെ കീഴിലുണ്ട്. തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ മാത്രം എടുത്ത് വെക്കുക, ലോണിൻ്റെ കേസ്. സോ അപ്പോൾ നമ്മൾ ലയബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ അസറ്റ് എന്താണെന്ന് പറഞ്ഞു. അസറ്റിൻ്റെയും ലയബിലിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് നള്ളിഫൈ ചെയ്യാം. അസറ്റ് ബിസിനസ്സിനോട് പറയുകയാണ്, നീ എടുത്ത കാറ് അല്ലെങ്കിൽ നീ എടുത്ത ബൈക്ക് അല്ലെങ്കിൽ നീ മേടിച്ച പ്രോപ്പർട്ടി ഞാനാണ്. അതേസമയം ലയബിലിറ്റി ബിസിനസ്സിനോട് പറയുകയാണ്, നീ ആ കാർ എടുത്തത് ലോൺ എടുത്തിട്ടാണ്, ആ ലോൺ ഞാനാണ്, അത് നിനക്ക് അടച്ചു തീർത്തേ പറ്റുള്ളൂ. സോ ബോത്ത് ഷുഡ് ബി ബാലൻസ്ഡ്. അസറ്റ് ലയബിലിറ്റി, ഈ 2 കോൺസെപ്റ്റും ക്ലിയർ ആയിരിക്കണം. സോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.